ഇംഗ്ലീഷിൽ നല്ല വേർഡ്സ് അറിയാം, വൊക്കാബുലറി, സെന്റൻസസ് അറിയാം. എന്നിരുന്നാലും സംസാരിക്കുമ്പോൾ ആകെ ഒന്ന് കുഴഞ്ഞു പോകും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് ഒന്ന് നീട്ടി വലിച്ച് പറയുന്ന ഒരു രീതിയാണ്. എന്നാൽ പറയേണ്ട കാര്യം സിമ്പിൾ ആൻഡ് ഷോർട്ടായി പറഞ്ഞു പഠിച്ചാലോ? മാത്രമല്ല നമുക്കും കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കാം. ഇതിന് നമ്മളെ സഹായിക്കുന്നത് ഫ്രേസൽ വെർബ്സ് ആണ്. ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ 2-3 വാക്കുകൾ ചേർന്നുള്ള ചെറിയ എക്സ്പ്രഷൻസ് ആണ്. എന്നാൽ കോൺവെർസേഷനിൽ വളരെയധികം അർത്ഥം മാറ്റം വരുത്തും. ഇത്തരത്തിലുള്ള ഒരു 10 ഫ്രേസൽ വെർബ്സ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതും ഡെയിലി കോൺവെർസേഷനിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 10 എണ്ണം. വീഡിയോ നോക്കാം. ആദ്യത്തെ ഫ്രേസൽ വെർബ് നോക്കാം. കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ക്യാൻസൽ, എന്തെങ്കിലും ഒരു കാര്യം ക്യാൻസൽ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് നമുക്ക് കോൾ ഓഫ് യൂസ് ചെയ്യുന്നത്. ഒഫീഷ്യലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ് കോൾ ഓഫ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു സെന്റൻസ് പറഞ്ഞു നോക്കാം. They called off the meeting. They called off the meeting. അവർ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. They called off the meeting. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് നോക്കാം. ഈ പറയുന്ന ഫ്രേസൽ വെർബ്സ് എല്ലാം തന്നെ ഡെയിലി കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സ്പെക്ട് അല്ലെങ്കിൽ ടു വെയിറ്റ്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു വെയിറ്റ് ഫോർ സംവൺ ഓർ സംതിങ് ഈഗർലി. ആകാംക്ഷയോടുകൂടി ഒരാളെ കാത്തിരിക്കുക. ഇനി നമ്മളുടെ നാട്ടിലൊരു നാടൻ പ്രയോഗമുണ്ട്, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്ന്. ആ ഒരു സെൻസിലാണ് ലുക്ക് ഫോർവേഡ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫ്രേസൽ വെർബ് വെച്ചിട്ട് ഒരു സെന്റൻസ് നമുക്ക് പറഞ്ഞു നോക്കാം. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് ഹിം സൂൺ. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് ഹിം സൂൺ. അവനെ കാണാനായിട്ട് നമ്മൾ അത്രയ്ക്കും ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. അടുത്തത് പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു വെയർ. മലയാളത്തിൽ നമ്മൾ ധരിക്കുക എന്ന് പറയാറില്ലേ, വസ്ത്രം ധരിക്കുക, മറ്റെന്തെങ്കിലും വസ്തുക്കൾ ധരിക്കുക എന്നൊക്കെ. ആ ഒരു സെൻസിലാണ് പുട്ട് ഓൺ യൂസ് ചെയ്യുന്നത്. ഷീ പുട്ട് ഓൺ ഹർ ഷൂസ്. ഷീ പുട്ട് ഓൺ ഹർ ഷൂസ് മീൻസ് അവൾ അവളുടെ ഷൂസ് ധരിച്ചു. അപ്പോൾ പുട്ട് ഓൺ ടു വെയർ. നമ്മൾ പറഞ്ഞു പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക എന്ന അർത്ഥത്തിലാണെന്ന്. അപ്പോൾ പുട്ട് ഓഫിന്റെ അർത്ഥം എന്താണ്? പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോസ്റ്റ്പോൺ, എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വെക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ പുട്ട് ഓഫ് എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. ദേ പുട്ട് ഓഫ് ദ എക്സാം. ദേ പുട്ട് ഓഫ് ദ എക്സാം. അവർ എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ദേ പുട്ട് ഓഫ് ദി എക്സാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പുട്ട് ഓൺ, കോൾ ഓഫ്, ലുക്ക് ഫോർവേഡ് ടു, അതുപോലെ തന്നെ പുട്ട് ഓഫ്, ഇതെല്ലാം ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഫ്രേസൽ വെർബ്സ് ആണ്. അടുത്തത് നോക്കാം. സീ ഓഫ്. സീ ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബിഡ് ഫെയർവെൽ, യാത്രയാക്കുക എന്ന് മലയാളത്തിൽ പറയാം. അതായത് സ്റ്റേഷനിലോ എയർപോർട്ടിലോ ഒക്കെ പോയിട്ട് ടു സേ ഗുഡ് ബൈ ടു സംവൺ ഹു ഈസ് ലീവിങ്. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സീ ഓഫ് യൂസ് ചെയ്യുന്നത്. സെന്റൻസ് പറഞ്ഞു നോക്കാം. Her family came to the railway station to see off. Her family came to the railway station to see off. അപ്പോൾ അവളുടെ ഫാമിലി അവളെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ ടു സേ ഫെയർവെൽ അല്ലെങ്കിൽ ടു ബിഡ് ഫെയർവെൽ ആണ് സീ ഓഫ് എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം വരുന്നത്. ആസ്ക് ഔട്ട്, ടു ഇൻവൈറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ആണ്. ഒരാളെ പുറത്തു പോകുമ്പോൾ, അതും പാർട്ടിക്കോ ഡേറ്റിങ്ങിനോ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആസ്ക് ഔട്ട് എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഐ ആസ്ക്ഡ്
I asked her out for a party. I asked her out for a party. അപ്പൊ ഞാനൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഗെറ്റപ്പ്. സാധാരണ ഗെറ്റപ്പ് എന്നത് എഴുന്നേൽക്കുക എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ടു അറേഞ്ച് എന്ന അർത്ഥത്തിലും ഗെറ്റപ്പ് യൂസ് ചെയ്യാം. ഇതൊരു പഴയ രീതിയാണ്. അതായത് മോഡേൺ ഇംഗ്ലീഷിൽ കൂടുതലും ഇങ്ങനൊരു യൂസസ് കാണാറില്ല. ഗെറ്റപ്പ് എ പാർട്ടി, അതല്ലെങ്കിൽ ഗെറ്റപ്പ് എ ഷോ എന്നെല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ കൂടുതലും ഇപ്പോൾ ഗെറ്റപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എഴുന്നേൽക്കുക എന്നൊരർത്ഥത്തിലാണ്. സ്റ്റാൻഡ് ബൈ വളരെ നല്ലൊരു ഫ്രേസൽ വേർബാണ്. ടു സപ്പോർട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് സമ്മൺ. നമ്മൾ എന്തൊരു കാര്യത്തിനും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസൽ വേർബാണ് സ്റ്റാൻഡ് ബൈ. ഒരാളെ പിന്തുണയ്ക്കുക, സഹായിക്കുക എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് പറയാം. നോ മാറ്റർ what happens, no matter what happens, I will stand by you. I will stand by you. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും അല്ലെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊരർത്ഥത്തിലാണ്. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഐ വിൽ സ്റ്റാൻഡ് ബൈ യു. അപ്പോൾ സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സപ്പോർട്ട് അതല്ലെങ്കിൽ ഹെൽപ്പ് സംവൺ എന്ന അർത്ഥത്തിലാണ്. അടുത്ത ഫ്രേസൽ വേർബ് നോക്കാം. വൈപ്പ് ഔട്ട്. വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ഡിസ്ട്രോയ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും ഇല്ലാതാവുക എന്നൊരർത്ഥത്തിലാണ് നമുക്ക് വൈപ്പ് ഔട്ട് യൂസ് ചെയ്യുന്നത്. The earthquake wiped out several lives. earthquake ഒരുപാട് ജീവിതങ്ങൾ ഇല്ലാതാക്കി. The earthquake wiped out several lives. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുക എന്നൊരർത്ഥത്തിലാണ് വൈപ്പ് ഔട്ട് എന്ന ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഫ്രേസൽ വേർബാണ് ലുക്ക് അപ് ടു. ടു റെസ്പെക്ട്, അഡ്മയർ സംവൺ. ടു റെസ്പെക്ട് അല്ലെങ്കിൽ അഡ്മയർ സംവൺ. നമ്മളൊരാളെ ആരാധിക്കുക, ബഹുമാനിക്കുക എന്നെല്ലാം ഇതിനർത്ഥമുണ്ട്. അപ്പോൾ സെന്റൻസ് നോക്കാം. I looked up to you as my teacher. I looked up to you as my teacher. ഞാൻ നിങ്ങളെ എൻ്റെ ടീച്ചർ ആയിട്ടാണ് കണ്ടത്, അല്ലെങ്കിൽ അത്രത്തോളം റെസ്പെക്റ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ തന്നത്, അങ്ങനെയാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിലാണ് നമ്മളിവിടെ ലുക്ക് അപ് ടു എന്ന ഫ്രേസൽ വേർബ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം, ഇതേ കാര്യങ്ങൾ നമുക്ക് വേർഡ്സിലൂടെയും പറയാം. എന്നാൽ ഫ്രേസൽ വേർബ് യൂസ് ചെയ്യുമ്പോൾ ആ കോൺവെർസേഷൻ കൂടുതൽ അട്രാക്റ്റീവ് ആവും. മാത്രമല്ല കുറച്ച് നാച്ചുറൽ, എക്സ്പ്രസീവ് ആൻഡ് സ്മാർട്ട് ആയിട്ട് തോന്നും. ഫ്രേസൽ വേർബ്സിന് ഒരു മീനിങ് മാത്രമല്ല, ഞാനിവിടെ കൂടുതൽ യൂസ്ഫുൾ ആയ മീനിങ്സ് ആണ് പറഞ്ഞത്. ആകെ 10 ഫ്രേസൽ വേർബ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും നമ്മളുടെ ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്ന 10 എണ്ണം. അപ്പോൾ ഇന്നു മുതൽ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൂടുതൽ സ്മാർട്ടായിട്ട് സംസാരിക്കാൻ. നൗ ഇറ്റ്സ് ടൈം ടു ഗെയർ അപ്പ് ഫോർ എ ചേഞ്ച്. ഒരു മാറ്റം നമുക്കും അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.